എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ക്ഷേമപ്രവർത്തനം, പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ജനക്ഷേമ പരിപാടി ഇതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. 1 ലക്ഷം ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടും. ഒരു നഗരത്തിന്റെ ചുമതല വെറും 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയെ ഏൽപ്പിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തയ്യാറായി. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. എന്നിൽ എന്ത് കഴിവുണ്ട് എന്ന് ഒരുപക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണത് എന്നെനിക്ക് സ്വയം ഞാൻ ബോധ്യപ്പെടുകയാണ്. അപ്പൊ ഞാനൊരു വലിയ ആളായത് കൊണ്ടല്ല, വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ എനിക്ക് എന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കണം എന്ന നിലപാടാണ് അന്നും ഇന്നും ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. അതിൽ എത്ര തന്നെ വേട്ടയാടപ്പെടേണ്ടി വന്നാലും ആ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഞാൻ ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനെ നിർത്തിപ്പൊരിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലത്തെ റിസൾട്ടാണ് കേരളമെമ്പാടും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടായത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഇത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായിട്ടുള്ള വിധിയെഴുത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീ പിണറായി വിജയനും അദ്ദേഹം നേതൃത്വം നൽകുന്ന സർക്കാരിനുമെതിരായിട്ടുള്ള വിധിയെഴുത്താണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ആ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സർക്കാരിനുമെതിരായിട്ടുള്ള കേരള ജനതയുടെ അതിശക്തമായ വിധിയെഴുത്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാവരുത്. എത്ര വില കുറഞ്ഞ വിലയിരുത്തലാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ നടത്തുക. വെളിവുണ്ടേ ഞങ്ങൾ അങ്ങനെ ചെയ്യൂ. ഞങ്ങൾ നിരപരാധികളായിട്ട് കാണും. യാഥാർത്ഥ്യബോധത്തോടുകൂടി രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്താൻ ഇപ്പോഴും CPM-ന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഉദാഹരണം. ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണമല്ലോ ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് MM മണിയുടെ പ്രതികരണം. ശശി വിപ്ലവ സിംഹം 10,000 കോടി രൂപയുടെ അധിക ക്ഷേമാനുകൂല്യങ്ങൾ, പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തത് വാങ്ങി ഭക്ഷിച്ചതിന് ശേഷം തിരിഞ്ഞു നിന്ന് കുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും പരിഹാസ്യമായ നിലയിൽ ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? കേരളത്തിലെ മുഴുവൻ വോട്ടർമാരെയും അപഹസിക്കുന്ന നിലയിൽ, ആക്ഷേപിക്കുന്ന നിലയിൽ CPM-ന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ മുതിർന്നൊരു നേതാവ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് CPM-ന്റെ രാഷ്ട്രീയ ബോധം. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. എപ്പോൾ അവർ പരാജയപ്പെടുന്ന ഘട്ടങ്ങളിൽ മുഴുവൻ BJP, കോൺഗ്രസ്, UDF രാഷ്ട്രീയ ബാന്ധവത്തെ സംബന്ധിച്ച് വിലയിരുത്തുക. തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം 10 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഗണ്യമായ നിലയിൽ സീറ്റ് വർദ്ധിപ്പിച്ചപ്പോ അത് BJP-യുമായുള്ള ധാരണയാണ് എന്ന് വിലയിരുത്തുന്നത് എന്തൊരു രാഷ്ട്രീയ മൗഢ്യമാണ്. കൊല്ലം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൊല്ലം കോർപ്പറേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം കേവലം 10 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന UDF 27 സീറ്റായി വർദ്ധിപ്പിക്കുന്നു. അതേ അവസരത്തിൽ തന്നെ BJP അവരുടെ നില മെച്ചപ്പെടുത്തുന്നു. CPM 16 സീറ്റിലേക്ക് പരിമിതപ്പെടുന്നു. ഇത് UDF-ഉം BJP-യും തമ്മിലുള്ള ധാരണയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മുഖവിലേക്ക് എടുക്കാൻ കഴിയും? എന്താ ആ പ്രതീക്ഷയും തകർന്നു. CPM കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ പരീക്ഷിക്കാൻ പരിശ്രമിച്ച ഒരു രാഷ്ട്രീയ പ്രക്രിയ അല്ലെങ്കിൽ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിന്ദുത്വ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് ആ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുക എന്നതായിരുന്നു. അതുവരെ ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ ഫലം കാണുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നു. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെ സാമുദായിക നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും പരസ്യമായി പ്രകടിപ്പിക്കുക. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. എന്നിട്ട് അവരുമായി ഏറ്റവും വലിയ സൗഹൃദവും ചങ്ങാത്തവും ഉണ്ട് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഇതെല്ലാം ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ്? ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ തുടർ ഭരണത്തിലേക്ക് അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അവിടെയാണ് ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയം ജനങ്ങൾ ബോധ്യപ്പെടേണ്ടത്, സമൂഹം ബോധ്യപ്പെടേണ്ടത്. അതാണ് VD സതീശൻ പറഞ്ഞത്. 1987 അങ്ങനൊരു പരീക്ഷണം EMS നടത്തി, വിജയിച്ചു. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ ശരിയാണ്. വർഗീയ വിരുദ്ധ രാഷ്ട്രീയ മുന്നണി എന്ന പേരിലാണെങ്കിൽ പോലും അത് കൃത്യമായി വിജയിച്ചു. ഇന്ന്
വർഗീയ വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വ വർഗീയതയെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങളുടെ ബെനിഫിഷ്യറി ഗുണഭോക്താവാര BJP ആയി മാറി. അവൻ പറയുന്ന കാര്യങ്ങൾ കുറെയൊക്കെ ശരിയല്ല. അപ്പൊ ആരാ വർഗീയതയെ പരിപോഷിപ്പിക്കുന്നത്, വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നത്? സത്യത്തിൽ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ കാരണം വിലയിരുത്തിയാൽ തുടർഭരണത്തിലൂടെ ലഭിച്ച അധികാരത്തിന്റെ ഹുങ്ക്, എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിഷയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. അഹങ്കാരം, ധാർഷ്ട്യം, എന്ത് വൃത്തികേടും അധാർമികതയും ചെയ്യാം. എന്ത് അധാർമികത ചെയ്താലും അതിനെ മുഴുവൻ ന്യായീകരിക്കാനുള്ള ന്യായീകരണ സംവിധാനം അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? സമൂഹ മാധ്യമങ്ങളിലൂടെയും സംഘടനാ സംവിധാനത്തിലൂടെയും സാമ്പത്തികാധികാരത്തിലൂടെയും ഭരണാധികാരത്തിലൂടെയും ഇതിനെയൊക്കെ അടിച്ചമർത്തി മുന്നോട്ട് പോകാമെന്നുള്ള അഹങ്കാരത്തിന്, ആ ധാർഷ്ട്യത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം ഉയർത്തിക്കൊണ്ട് ഞങ്ങളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ പ്രത്യാക്രമിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ആ കാര്യത്തിൽ കൃത്യമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമ്പോൾ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടക്കുന്ന ഉന്നതരായ 2 CPM നേതാക്കൾക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങിയവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ കോൺഗ്രസിന്റെ നിയമസഭാംഗങ്ങൾ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടവരുണ്ട്, ചാർജ് ഷീറ്റ് സബ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട്. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. അവരുടെ പേരിൽ ഒരു നടപടിയും സ്വീകരിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തിക്കൊണ്ട് UDF-നെ പ്രത്യാക്രമിക്കാൻ വേണ്ടിയിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാനത്ത് നടത്തിയ പരാമർശം എന്താണ്? സ്ത്രീലമ്പടന്മാരുടെ പാർട്ടിയാണ് എന്ന നിലയിൽ കോൺഗ്രസിനെയും UDF-നെയും ഒക്കെ വ്യാഖ്യാനിക്കുക. ഏതായാലും വലിയ മാനക്കട. കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? അപ്പൊ ഇതെല്ലാം തരാതരം പോലെ എല്ലാത്തിനെയും ന്യായീകരിക്കുകയും ഏത് അധാർമികതയും വെളുപ്പിക്കാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് ഭരണാധികാരം, സാമ്പത്തികാധികാരം, സംഘടനാപരമായ ശേഷി, എന്നെ സംശയിക്കരുത്. ഇത് 3 ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത കനത്ത താക്കീതാണ്, തിരിച്ചടിയാണ്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. 2026 ഞങ്ങൾ നിരന്തരം പറയുന്ന കാര്യം, ടീം UDF 100-ൽ കുറയാത്ത സീറ്റ് വാങ്ങി കേരളത്തിൽ UDF തിരിച്ചധികാരത്തിൽ വരുമെന്നുള്ള ഏറ്റവും വലിയ സന്ദേശം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ കൃത്യമായിട്ടുള്ള അഭിപ്രായം. 504-ലധികം പഞ്ചായത്തുകളിൽ ഐക്യജനാധിപത്യ മുന്നണി വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. നിങ്ങൾക്കറിയാം, മുനിസിപ്പാലിറ്റികളിൽ 54-ലധികം മുനിസിപ്പാലിറ്റികളിൽ UDF-ന്, കോർപ്പറേഷൻ CPM-ന്റെ കുത്തകയായിരുന്ന കോർപ്പറേഷനുകൾ പോലും പൊളിച്ചെഴുത്തുന്ന തരത്തിലുള്ള ഒരു വിധി. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അടപടലും ഇവർ പരാജയപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് പറയുന്നത്. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് പറഞ്ഞത്, അധികാരത്തിലിരിക്കുന്നവരുടെ ശക്തിയേക്കാൾ വലിയ ശക്തി ജനങ്ങളുടേതാണ് എന്ന് അവരെയും ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പാണ്. എങ്ങനെ ഈ കോർപ്പറേഷന്റെ സീറ്റുകൾ BJP-ക്ക് അനുകൂലമായി വെട്ടിമുറിക്കാമെന്ന് CPM നടത്തിയ റിസർച്ചാണ് BJP-യെ ഇവിടെ ഇങ്ങനെ എത്തിച്ചത്. തിരുവനന്തപുരത്തും അതേ പാറ്റേൺ ആണ് കാണുന്നത്. BJP-ക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടത്തിന് നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിയോടല്ല, ശ്രീ പിണറായി വിജയനോടാണ് BJP നേതൃത്വം നന്ദി പറയുന്നത്. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.